അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സ്റ്റേജിലും സദസ്സിലുമുള്ള വളരെ പ്രിയമുള്ള സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഇവിടെ ചെലവഴിക്കുന്ന ഈ സമയവും നാളെ നല്ല അമലുകൾ മാത്രം നമുക്ക് തുണയായി തീരുന്ന ലോകത്ത് ഒരു നല്ല അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന പ്രസംഗങ്ങളാണ് നിങ്ങളുടെ ആഗ്രഹവും ആവേശവും എന്ന് നന്നായി അറിയുന്നത് കൊണ്ട് കൂടുതൽ പരന്ന ഒരു സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. സമകാലിക സംഭവവികാസങ്ങളിലേക്കൊന്നും കടന്നു വരാതെ വളരെ പഴയ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് സിയാവുദ്ദീൻ സർദാർ. ഒരു അൾട്രാ സെക്കുലറിസ്റ്റ് എന്ന നിലക്കാണ് അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ട് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ഡെസ്പെറേറ്റ്ലി സീക്കിംഗ് പാരഡൈസ്. ആ പുസ്തകം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട, മലയാളത്തിലേക്ക് പോലും പരിഭാഷപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ വളരെ ചർച്ചയായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ലോകത്ത് ഇന്ന് നിലവിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. മിക്ക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഒരു തരം അടഞ്ഞ ഇസ്ലാമിനെയാണ് പ്രബോധനം ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് കുറ്റിയിടാൻ പറ്റിയ വാതിലുകളുടെ അകത്ത് കഴിയുന്നവരെ പോലെയാണ് പലപ്പോഴും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു തുറസായ കാഴ്ചപ്പാട് അവർക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വെളുപ്പോ കറുപ്പോ, അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് ഓർ വൈറ്റ്. ഞങ്ങളൊക്കെ ശരിയാണ്, നിങ്ങളൊക്കെ തെറ്റാണ്, നിങ്ങളൊക്കെ തെറ്റാണ്, ഞങ്ങളൊക്കെ ശരിയാണ് എന്ന ഒരു കാഴ്ചപ്പാട് പല ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും വെച്ചു പുലർത്തുന്നുണ്ട്. ആ വാക്കിനെ മുൻനിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ വിശകലനം ചെയ്യുമ്പോൾ തീർച്ചയായും സമകാലിക സംഭവ വികാസങ്ങൾക്ക് കൂടി ചേർത്ത് പറയാവുന്ന വലിയൊരാശയം അതിലൂടെ സമ്മാനിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം അങ്ങനെയല്ല. വളരെ ഓപ്പണായ കാഴ്ചപ്പാടുകളാണ് ഇസ്ലാമിൻ്റേത്. നമ്മൾ ഉയർത്തുന്ന ആദർശം ലോകത്ത് ഏതൊരാദർശത്തിൻ്റെയും മുകളിൽ വെക്കാവുന്നതാണ് എങ്കിലും മറ്റൊരാദർശവാദിയോടുള്ള നമ്മുടെ സംസാരം പോലും അയാളുടെ അഭിപ്രായത്തിനു കൂടി വില നൽകുന്ന വിധത്തിലുള്ളതാണ്. നിങ്ങൾ നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും പ്രവാചകന്മാരെക്കുറിച്ച് നമുക്കറിയാം. അവർ ജീവിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും നല്ലവരായ ആളുകളാണ് പ്രവാചകന്മാർ. സംസ്കാരം കൊണ്ടും സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒക്കെ അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു പ്രവാചകന്മാരാക്കുന്നത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം ജീവിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും നല്ല സ്വഭാവ മഹിമയുള്ള മൂസാ നബി അലൈഹിസ്സലാമിനോടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂൻ നബിയോടുകൂടിയാണ്
ഫറോവയുടെ അടുത്തേക്ക് അവരെ പറഞ്ഞയക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട്. എന്താണ് ആ കൽപ്പന? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ ഫിർഔനോട് സംസാരിക്കേണ്ടത് ഏറ്റവും ലയ്യനായ ശൈലിയിലാണ്. ഫിർഔനിനോട് സംസാരിക്കേണ്ട വിഷയം എന്താണ് എന്ന് സൂറത്ത് നാസിആത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഫിർഔനിനോട് ഏതൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നു മാത്രമല്ല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ആ വിഷയം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ശൈലി കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ സാധാരണ സംസാരങ്ങളിൽ പോലും ശൈലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരാൾ പറയുന്ന വിഷയം ഏതു വിധത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നത് ആ ശൈലിയുമായി വളരെ വലിയ ബന്ധം പുലർത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകാശത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് പറയാനുള്ള ഏറ്റവും നല്ല സംസാരമാണ് ഇസ്ലാമിക പ്രബോധനം. അതിനേക്കാൾ മികച്ച ഒരു സംസാരമില്ല. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഏറ്റവും മികച്ച ഒരു സംസാരം എത്ര മികച്ച ശൈലിയിലായിരിക്കണം എന്നാണ് മൂസാ നബി അലൈഹി സ്വലാമിക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയധികം അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. പിന്നെ അത് ആർക്കു വേണ്ടിയാണ് പറഞ്ഞത്? അത് നമ്മൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ശൈലി അപകടകരമായാലുള്ള പ്രശ്നം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ പരുഷമായി ആണ് അവരോട് സംസാരിച്ചത് എങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകും. ഒരിക്കലും അവർ അടുത്തേക്ക് വരില്ല. അറപ്പോടെ വെറുപ്പോടെ അവരകന്നു പോവുകയാണ് ചെയ്യുക. അവിടെയും ഖുർആൻ ഉപയോഗിച്ചത് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ലയ്യനായി നിങ്ങൾ അവരോട് പെരുമാറി. മൂസാ നബിയോട് ഏതൊരു ശൈലിയിലാണോ പെരുമാറാൻ അള്ളാഹു ആവശ്യപ്പെട്ടത്, അതേ ശൈലിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത് കൊണ്ടാണ് ആളുകൾ റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് വന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. രണ്ട് സ്ഥലത്തും ഖുർആൻ ഉപയോഗിച്ചത് ലയ്യിൻ എന്ന പദമാണ്. ഒരു സ്ഥലത്ത് ഖൗലൻ ലയ്യിന എന്ന് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ലിൻത ലഹും എന്ന് പറഞ്ഞു. രണ്ടും ഒന്നാണ്. ശരി. അപ്പൊ ഉന്നതമായ ആദർശങ്ങൾ പറയുന്ന ആളുകൾ ഉന്നതമായ സ്വഭാവമുള്ളവരായിരിക്കണം. ഉന്നതമായ ആദർശങ്ങൾ പറയുന്നവർ ഉന്നതമായ ശൈലിയിലാണ് അത് പറയേണ്ടത്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? അതാണ് റസൂലുള്ളാഹിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്. ആളുകൾ വിട്ടുപോകും, ആളുകൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ 2 ദിവസം ഉണ്ടായ അനുഭവം നിങ്ങളോട് പങ്കുവെക്കട്ടെ. എൻ്റെ ഭാര്യ തൃശ്ശൂരിൽ ഗുരുവായൂരിൽ വെച്ചിട്ട് ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. ഒരു പ്രസ്ഥാനവുമായും ബന്ധമില്ലാത്ത ഏതാനും ചില ആളുകളാണ് ആ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവസാനം എല്ലാവരും പരിചയപ്പെട്ട് അഡ്രസ്സ് കൊടുത്ത് പിരിഞ്ഞു പോരുന്ന സമയത്ത് ആ ക്യാമ്പിൻ്റെ ഡയറക്ടർ അദ്ദേഹം ഭാര്യയുടെ അഡ്രസ്സൊക്കെ വാങ്ങിയതിന് ശേഷം ചോദിച്ചു, നിങ്ങൾ മുസ്ലിങ്ങളിൽ ഏതെങ്കിലും സംഘടനയായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഉണ്ട്, മുജാഹിദ് സംഘടനയാണ്. അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് സംശയത്തോടു കൂടി തല പൊക്കിയിട്ട് ചോദിച്ചു, ഹുസൈൻ മടവൂരിൻ്റെ കൂടെയാണോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ. ആവൂ, സമാധാനമായി എന്ന് പറഞ്ഞു. ഇന്നലെ മഞ്ചേരിയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇസ്ലാഹി ക്യാമ്പസിൻ്റെ സമീപത്തുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹോട്ടലിലെ ചർച്ചാ വിഷയം ഇതാണ്. ഇന്ന് മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചർച്ച. അപ്പോൾ ആ ഹോട്ടലുകാരനെ അദ്ദേഹം
കഞ്ഞിയും പൂളയൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: ഇതിനേക്കാളൊക്കെ നല്ലത് ആ ഹുസൈൻ മടവൂരിൻ്റെ കൂട്ടത്തിലുള്ള ആളുകളായിരുന്നു. ഞാനിത് പറയുന്നത് ഇത്ര ലളിതമായ രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത് സമൂഹം വിലയിരുത്തുന്നുണ്ട് എന്ന് പറയാനാണ്. നമ്മൾ കാണുന്നത് പോലെയോ നമ്മൾ പറയുന്നത് പോലെയോ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയോ അവർ മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ രണ്ട് ശൈലികളെ അവർ വിലയിരുത്തുന്നുണ്ട്. രണ്ട് ശൈലികളെ അവർ വിലയിരുത്തുന്നുണ്ട്. രണ്ട് വിഭാഗങ്ങളെ അല്ല അവർ വിലയിരുത്തുന്നത്, രണ്ട് ശൈലികളെയാണ് വിലയിരുത്തുന്നത്. 2002 പ്രസ്ഥാന രണ്ട് വിഭാഗമായി മാറിയ സമയത്ത് വളരെയധികം ഉയർന്നു കേട്ട ഒരു പദമായിരുന്നു രണ്ട് ചിന്താധാരകൾ എന്ന പദം. അന്ന് അങ്ങനെയൊക്കെ വേണോ എന്ന് ആലോചിച്ച ആളുകളായിരുന്നു നമ്മളൊക്കെ. രണ്ട് ചിന്താധാരകളൊന്നും ഇല്ലല്ലോ, അത് അവർ പറഞ്ഞു പരത്തിയ ഒന്നായിട്ടാണ് നമ്മൾ വിലയിരുത്തിയിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ 10 വർഷം പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ട് ചിന്താധാരകൾ വളരെ വ്യക്തമായി വേർപെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വ്യക്തമായും രണ്ട് ചിന്താധാരകളുണ്ട്. ഏതാണ് ആ രണ്ടു ചിന്താധാരകൾ? ഒരു ചിന്താധാര മുജാഹിദ് പ്രസ്ഥാനം ആദർശപരമായും സംഘടനാപരമായും അതിൻ്റെ ആദ്യകാലം മുതൽ ഉയർത്തിപ്പിടിച്ച ഒരു നിലപാടുണ്ട്. അത് രേഖകളിലൊന്നും കാണുന്ന ഒരു നിലപാടാകണമെന്നില്ല. പക്ഷെ മുജാഹിദുകൾക്കൊരു ശൈലിയുണ്ട്. ഒരുപക്ഷെ ഭരണഘടന എടുത്തു നോക്കിയാൽ ആ ശൈലി അതിൽ എഴുതി വച്ചിട്ടുണ്ടാകണമെന്നില്ല. അത് മുജാഹിദുകളുടെ ഒരു സംസ്കാരമായി രൂപപ്പെട്ടതാണ്. ഒരു സംഘടന എന്നതിനേക്കാളേറെ ഒരു സംസ്കാരം എന്ന നിലക്ക് സ്വീകരിക്കപ്പെട്ട ആളുകളായിരുന്നു മുജാഹിദുകൾ. ഒരു സംഘടനയുടെ പേര് എന്ന നിലക്കല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ പേര് എന്ന നിലക്കുമല്ല, ഒരു സംസ്കാരത്തിന്റെ ഒരു നിലപാടിന്റെ പേരായി സ്വീകരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. ആ പഴയ നിലപാടുകളിലേക്ക് തിരിഞ്ഞു പോവുകയും തിരിച്ചു ചെല്ലുകയും ചെയ്യുക എന്നത് വലിയ ഒരു പ്രവർത്തന പദ്ധതിയായി മുന്നോട്ട് വെച്ച് ഒരു വിഭാഗം മുന്നേറിയപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒന്നാമത്തെ പ്രശ്നമുണ്ടായത്. ഇസ്ലാമിനെ തന്നെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളോടുകൂടി നിരീക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ അതൊരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണത്. അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ ഒരു ദിവസം എത്ര എണ്ണമുണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ. അള്ളാഹിനോടുള്ള ഫർളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഉമ്മയോടുള്ള ഫർളുകൾ എത്ര എണ്ണമുണ്ട്? വാപ്പയോടുള്ള ഫർളുകൾ എത്ര എണ്ണമുണ്ട്? മക്കളോടുള്ള ഫർളുകൾ എത്ര എണ്ണമുണ്ട്? അയൽക്കാരനോടുള്ള ഫർളുകൾ എത്ര എണ്ണമുണ്ട്? വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു സാധുവായ മനുഷ്യനോടുള്ള ഫർളുകൾ എത്ര എണ്ണമുണ്ട്? അമുസ്ലിങ്ങളായ ആളുകളോടുള്ള ഫറലുകൾ എത്ര എണ്ണമുണ്ട്? നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോടുള്ള ഫറലുകൾ എത്ര എണ്ണമുണ്ട്? ഒന്ന് എടുത്തു നോക്കൂ. അള്ളാഹിനോടുള്ള ഫറലുകൾ എണ്ണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ മനുഷ്യന്മാരോടുള്ള ഫറലുകൾ ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞ് ഒരാളുടെ പെരുമാറ്റം, ഒരാളുടെ സംസ്കാരം, ഒരാളുടെ ജീവിത രീതി, ഇതൊക്കെയാണ് ഇസ്ലാം. പക്ഷെ ചില ആളുകൾ ഇസ്ലാമിനെ കണ്ടത് ഓരോരോ സ്ഥലങ്ങളിൽ പോയി സൂം ചെയ്തു. ചില ആളുകൾ ഭരണം എന്ന ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് സൂം ചെയ്തിട്ട് അവർ പറഞ്ഞു ഭരണമാണ് ഇസ്ലാം. വേറെ ചില ആളുകൾ അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് പറഞ്ഞു അനുഷ്ഠാനമാണ് ഇസ്ലാം. ഇങ്ങനെ ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളിലേക്ക് സൂം ചെയ്തിട്ട് അവര് കണ്ട കാഴ്ചകളെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അതാണ് ഇസ്ലാം എന്ന്. എന്നാൽ ഇസ്ലാമോ? ഇസ്ലാം വളരെ വ്യാപകമായ അർത്ഥത്തിൽ ഒരു സംസ്കാരം എന്ന നിലക്കാണ് ഖുർആനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നിലപാടുകളെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെ തുറസായ ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയ ആളുകളായിരുന്നു. നവോത്ഥാനം 1 നൂറ്റാണ്ട് പിന്നിട്ടു എന്നാണ് ചില ആളുകൾ പറയുന്നത്. അത് ചരിത്രത്തിന്റെ ശരിയായ വായനയല്ല. 1 നൂറ്റാണ്ടൊന്നുമല്ല, 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന്. മഹാനായ മമ്പുറം തങ്ങൾ റഹിമഹുല്ലായിൽ നിന്ന് തുടങ്ങുന്ന ഒരു ചരിത്രമുണ്ട്. മഹാനായ വെളിയങ്കോട് ഉമർ ഖാളിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ചരിത്രമുണ്ട്.
ആ ചരിത്രം എന്തേ വായിക്കപ്പെടാതെ പോകുന്നു? പലപ്പോഴും മക്തിത്തങ്ങളിൽ നിന്നാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രം നമ്മൾ വായന ആരംഭിക്കാറുള്ളത്. നവോത്ഥാന നായകന്മാരുടെ പേരെഴുതാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എഴുതും ഷെയ്ഖ് ഹമദാനി തങ്ങൾ, അല്ലെങ്കിൽ മക്തിത്തങ്ങൾ, സയ്യിദ് സനാഉല്ല മക്തിത്തങ്ങൾ എന്ന് തുടങ്ങിയിട്ടാണ് പലപ്പോഴും നവോത്ഥാന നായകന്മാരുടെ പേരെഴുതി തുടങ്ങാറുള്ളത്. യഥാർത്ഥത്തിൽ അത് ചരിത്രപരമായി ഉള്ള ഒരു സത്യസന്ധതയല്ല. കാരണം അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാഹിന്റെ വെളിച്ചമായി കടന്നു വന്ന മർഹൂം സയ്യിദ് അലവിത്തങ്ങൾ, മമ്പുറം തങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഒന്നാമത്തെ തങ്ങൾ, മമ്പുറം സയ്യിദ് അലവിത്തങ്ങൾ, ആ അലവിത്തങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാന ചരിത്രം ആരംഭിക്കേണ്ടത്. അതിന് കാരണങ്ങളുണ്ട്. അന്നത്തെ കേരളത്തിലെ മുസ്ലിങ്ങളെ, മലബാറിലെ മുസ്ലിങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിച്ചുവിടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മമ്പുറം തങ്ങളുടെ ഖുതുബകളായിരുന്നു. ഇതാരാ പറയുന്നത്? നമ്മുടെ ഒരു ചരിത്ര പുസ്തകത്തിൽ അത് കാണാൻ കഴിയില്ല. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥരായിരുന്ന ആളുകൾ, മലബാറിലെ ഉദ്യോഗസ്ഥര് ബ്രിട്ടനിലേക്ക് എഴുതിയ കത്തിലാണ് പറയുന്നത്. സയ്യിദ് അലവിത്തങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിലുള്ള പ്രസംഗങ്ങളിലൂടെ, വെള്ളിയാഴ്ചയിലെ പ്രസംഗങ്ങളിലൂടെ, ഖുതുബകളിലൂടെ ജനങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടുന്നു എന്ന്. മമ്പുറ സയ്യിദ് അലവിത്തങ്ങളും അദ്ദേഹത്തിൻ്റെ മകനായ സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങളും ഖുതുബ നിർവഹിച്ചിരുന്നത് ശുദ്ധ മലയാള ഭാഷയിലായിരുന്നു. സയ്യിദ് അലവിത്തങ്ങൾക്ക് ഒരു ചോദ്യമുണ്ടായി. ഒരു ചോദ്യം അയച്ചു ഒരാള്. നേർച്ചയെക്കുറിച്ചുള്ളൊരു ചോദ്യമായിരുന്നു. മുട്ടും വിളിയും എന്ന പേരിൽ അതിന് അദ്ദേഹം നൽകിയ മറുപടി ഒരു ലഘുലേഖയായി പുറത്തിറങ്ങുകയും ചെയ്തു. നേർച്ചയിലെ മുട്ടും വിളിയും, ഇതാണ് ആ ലഘുലേഖയുടെ പേര്. ആ ലഘുലേഖയിൽ വളരെ വിശദമായി നേർച്ചയിലെ അനാചാരങ്ങളെ, ഇസ്ലാമികമായ യഥാർത്ഥ തരത്തിലുള്ള നേർച്ച എപ്രകാരമായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ വിശദമായ ഒരു ചർച്ചയാണ് ആ ഫത്വയിലൂടെ മമ്പുറം തങ്ങൾ കൊണ്ടുവരുന്നത്. ആ മമ്പുറം തങ്ങൾ പലപ്പോഴും കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലെ പേരുകളിൽ പലപ്പോഴും ഉയർന്നു കേൾക്കാറില്ല. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമേ പറയാറുള്ളൂ. ഒരു നൂറ്റാണ്ടിന്റെ അപ്പുറത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിന്റെ വെളിച്ചമായി പ്രസരിച്ച ആ പണ്ഡിതന്മാരെ എണ്ണാതെ, അവരെ കൂടി പരിഗണിക്കാതെ എങ്ങനെയാണ് മുസ്ലിം നവോത്ഥാന ചരിത്രം പൂർണ്ണമാവുക? വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാ, ആരായിരുന്നു അദ്ദേഹം? വലിയ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഖബർ കെട്ടിപ്പൊക്കിയ ഒരു പള്ളിയിൽ നിസ്കരിക്കുകയില്ല എന്ന വാശി കാരണം അപ്പുറത്തൊരു ചെറിയ മറ കെട്ടിയിട്ട് അതിൽ നിസ്കരിച്ച തൗഹീദിന്റെ വാഹകനായിരുന്നു വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാ. പക്ഷെ അങ്ങനെ ഒരു ചരിത്രം കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ഇല്ല എന്ന് മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും അധികം പടപൊരുതിയ ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെയും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരന് ഏർപ്പെടുത്തുന്ന ടാക്സ് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ആളുകളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പോരാടിയ മഹാനായിരുന്നു വെളിയങ്കോട് ഉമർ ഖാദി. ആ വെളിയങ്കോട് ഉമർ ഖാദി നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോയ ഒരു പേരാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് നാടുകടത്തിയത്? ചങ്ങനാശ്ശേരിയിൽ നിന്ന്. എങ്ങോട്ട്? അതിവിദൂരത്തുള്ള കണ്ണൂരിലേക്ക്. അത് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ കാണും. എന്നാൽ ഈ തിരൂരങ്ങാടിയിൽ നിന്ന് തുർക്കിയിലേക്ക് നാടുകടത്തപ്പെട്ട മറ്റൊരാളുണ്ട്. അങ്ങനെ ഒരാളെ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും കാണാറില്ല. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് നാടുകടത്തിയ ആളുടെ പേരുണ്ട്. തിരൂരങ്ങാടിയിൽ നിന്ന് തുർക്കിയിലേക്ക് നാടുകടത്തപ്പെട്ട ആളാണ് മർഹൂം സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് അലവി തങ്ങളുടെ മകൻ, മമ്പുറം തങ്ങൾ എന്നറിയപ്പെടുന്ന രണ്ടാമൻ. ആ സയ്യിദ് ഫദൽ തങ്ങൾ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ
ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമല്ല സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾക്കുള്ളത്. നിങ്ങൾക്കറിയുമോ? അദ്ദേഹം യമനിലായിരുന്നു കുറെ കാലം. അന്ന് ലോകമാകെ അലയടിച്ച നവോത്ഥാന പ്രസ്ഥാനം സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ, സയ്യിദ് റഷീദ് റിളയുടെ, സയ്യിദ് മുഹമ്മദ് അബ്ദ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവർ ജീവിച്ചിരിക്കെ അലയടിച്ച നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കൂടെ കേരളത്തിലുള്ള ഒരൊറ്റ പണ്ഡിതൻ മാത്രമേ അവരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. നമ്മളൊക്കെ അതിൻ്റെ പിൻഗാമികളായി വന്ന ആളുകളാണ്. വക്കം മൗലവി, കെ എം മൗലവി, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അവിടെ നിന്ന് വന്ന പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് നവോത്ഥാന പ്രസ്ഥാനത്തെ അടുത്തറിയുന്നത്. എന്നാൽ അവരുടെ കൂടെ പ്രവർത്തിച്ച ഒരാളുണ്ട്. അതാരാണ്? അതാണ് മമ്പുറം സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണോ ഉള്ളത്? ഒരു നൂറ്റാണ്ടിന്റെ അപ്പുറത്ത് നിന്ന് തുടങ്ങണം ചരിത്രം. അങ്ങനെയുള്ള ഒരു വിശദമായ, വളരെ പ്രൗഢമായ ഒരു ചരിത്രത്തിന്റെ പിൻഗാമികൾ എന്ന നിലക്ക് ഇസ്ലാമിനെ അതിൻ്റെ വ്യാപകമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനാണ് യഥാർത്ഥത്തിൽ ശരിയായ പിൻഗാമികൾ ശ്രദ്ധിക്കേണ്ടത്. ചാലിലകത്തിന്റെ പിൻഗാമികളാണ് നമ്മളെന്ന് പറയും, വക്കം മൗലവിയുടെ പിൻഗാമികളാണ് നമ്മളെന്ന് പറയും. അങ്ങനെയുള്ള അവകാശവാദങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. വക്കം മൗലവി ഇന്ന് ജീവിച്ചിരിക്കുമെങ്കിൽ എന്താണോ അദ്ദേഹം ചെയ്യുക അത് ചെയ്യുന്ന ആളുകളാണ് വക്കം മൗലവിയുടെ പിൻഗാമികൾ. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹ്മഹുല്ല ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം എന്താണോ ചെയ്യുക അത് ഇപ്പോൾ ചെയ്യുന്നവരാണ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ അനുയായികൾ. അതല്ലാതെ ആത്മപ്രശംസകരാവുന്നതിലോ പിന്നെയോ അവകാശവാദികളാകുന്നതിലോ ഒരു പ്രസക്തിയുമില്ല. അങ്ങനെ ഒരു വലിയ ചരിത്രത്തിന്റെ പിൻഗാമികൾ എന്ന നിലക്ക് ആ ചരിത്രത്തെ ഉയർത്തിപ്പിടിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഒരേ സമയം സമൂഹത്തിന് വേണ്ടിയും അതേസമയം സമുദായത്തിന് വേണ്ടിയും തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിച്ച ആളുകളായിരുന്നു അവർ. നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പഞ്ചാബിൽ നടന്ന AICCയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയതാണ്. പ്രസംഗിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് 15 മിനിറ്റ് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടി. അദ്ദേഹം ആ പ്രസംഗത്തിൽ മുഴുവനും പറഞ്ഞത് എന്താണെന്നറിയോ? അതിമനോഹരമായ ഇംഗ്ലീഷിൽ 921 കലാപത്തിന് ശേഷം, അതുപോലെ വസൂരി പിടിപെട്ടത് കാരണവും ഒരുപാട് മക്കൾ അനാഥരായി, ഒരുപാട് സ്ത്രീകൾ വിധവകളായി. അവരെ പുനരധിവസിപ്പിക്കാൻ ഞങ്ങൾക്കൊരു കേന്ദ്രമില്ല, മലബാറിൽ അങ്ങനെ ഒരു കേന്ദ്രം ആവശ്യമുണ്ട് എന്ന് അതിമനോഹരമായ ഭാഷയിൽ കോൺഗ്രസ് സമ്മേളന വേദിയിൽ വെച്ച് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന ചുറുചുറുക്കുള്ള യുവാവ് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പണക്കാരായ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എത്ര പൈസയാണ് നിങ്ങൾക്ക് വേണ്ടത്? നാട്ടിൽ ചെന്നൊരു കേന്ദ്രം തുടങ്ങുമെന്ന് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കോഴിക്കോട്ട് വന്ന് കരിവണ്ടി ഇറങ്ങിയത് JDT ഇസ്ലാം യത്തീംഖാനക്ക് പൈസയായിട്ടായിരുന്നു. സമൂഹത്തോടുള്ള കടപ്പാടും ദേശത്തോടുള്ള കടപ്പാടും അതുപോലെ അവനവന്റെ സമുദായത്തോടുള്ള കടപ്പാടും ഒരേപോലെ നിർവഹിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും പ്രൗഢമായ പൈതൃകത്തിന്റെ പാരമ്പര്യമാണ് നമ്മുടേത്. KM മൗലവി റഹ്മഹുല്ല തിരൂരങ്ങാടിയിൽ അദ്ദേഹത്തിന് വളരെ വ്യാപകമായ എതിർപ്പുകളായിരുന്നു ഒരു കാലത്ത്. ഒരാൾ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാണകവെള്ളം കലക്കി ഒഴിച്ചു. നിങ്ങൾ ആ ചരിത്രം കേട്ടിട്ടുണ്ടാവും. ചാണകവെള്ളം കലക്കിയിട്ട് KM മൗലവിയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു എന്ന്. KM മൗലവി അതിങ്ങനെ തട്ടിയിട്ട് അതാരാണ് ഒഴിച്ചത് എന്ന് പോലും നോക്കിയില്ല. ഇനി അയാളോടൊരു ദേഷ്യം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി കുളിച്ച് മറ്റൊരു വസ്ത്രം എടുത്ത് അണിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് KM മൗലവിയോട് പറഞ്ഞു, ആ ചാണകവെള്ളം ഒഴിച്ചത് ഞാനാണ്. ഇപ്പം എനിക്കതിൽ കുറ്റബോധമുണ്ട്. അപ്പം എനിക്കുണ്ടായൊരു ദേഷ്യം കൊണ്ട് ഞാനങ്ങനെ ചെയ്തു, നിങ്ങൾ എനിക്ക് പുറത്തു തരണമെന്ന്. KM മൗലവി പറഞ്ഞു, ഞാനത് അപ്പം തന്നെ പുറത്ത് തന്നിട്ടുണ്ട് എന്ന്. ആ മാപ്പ് ചോദിച്ച ആള് ആരായിരുന്നു എന്നറിയോ?
MK ഹാജി റഹിമഹുല്ലയായിരുന്നു. ആ MK ഹാജിയും KM മൗലവിയും കൂട്ടുകാരായപ്പോൾ സംഭവിച്ചതാണ് തിരൂരങ്ങാടി യതീംഖാന. അവരൊന്നായി ചേർന്നപ്പോൾ സംഭവിച്ചതാണ് തിരൂരങ്ങാടി യതീംഖാന. 21 കലാപത്തിന് ശേഷം ഒരുപാട് മക്കൾ അനാഥരായി. മലബാറിൽ വസൂരി പിടിപെട്ട് ഒരുപാട് മക്കൾ വേറെയും അനാഥരായി. ആ മക്കളെ മുഴുവനും തോളിൽ കൈവച്ചുകൊണ്ട് MK ഹാജി കൊണ്ടുപോയത് സ്വന്തം വീട്ടിലേക്കായിരുന്നു. അതാണ് പിന്നെ തിരൂരങ്ങാടി യതീംഖാനയായി വളർന്നത്. ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല. അത് നിർവഹിക്കേണ്ടത് മതപരമായ ഒരു ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുകയായിരുന്നു ചെയ്തത്. ആ തിരൂരങ്ങാടി യതീംഖാനയിൽ നിന്ന് വിദ്യാർത്ഥിയായി പുറത്തു വന്ന KP രാമൻ മാസ്റ്റർ കേരളത്തിലൊരു MLA പോലും ആയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. KP രാമൻ മാസ്റ്റർ മരിക്കുന്നത് വരെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ MK ഹാജിയുടെ ശിഷ്യനായി, KM മൗലവിയുടെ അരുമ ശിഷ്യനായി വളർന്ന് അദ്ദേഹത്തിന്റെ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പോരാടാൻ KP രാമൻ മാസ്റ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വക്കം മൗലവി സ്വദേശാഭിമാനി എന്നൊരു പത്രം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളുടെ സാക്ഷരത എത്രയാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വക്കം മൗലവി സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളുടെ അക്ഷരാഭ്യാസത്തിന്റെ നിരക്ക് 1%. തിരുവിതാംകൂറിലെ മുസ്ലിങ്ങൾ അക്ഷരം പഠിച്ചത് വക്കം മൗലവിയുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് അതിശയോക്തിപരമല്ല. എന്നിട്ട് വക്കം മൗലവി ഒരു പത്രം ആരംഭിക്കുമ്പോൾ ആ പത്രത്തിന് എഡിറ്ററെ വേണം. നല്ല മൊഞ്ചുള്ള ഒരു എഡിറ്റർ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയുണ്ട്. 5 പുസ്തകങ്ങൾ, ഒന്ന് സംസ്കാരമാണ്, ഒന്ന് സാഹിത്യമാണ്, ഒന്ന് ചരിത്രമാണ്, മറ്റൊന്നൊരു ജീവചരിത്രമാണ്. ഇങ്ങനെ 5 പുസ്തകങ്ങൾ എഴുതി അക്കാലത്ത് തന്നെ വളരെ പ്രസിദ്ധനായി തീർന്ന ഒരു മകൻ വക്കം മൗലവിക്ക് സ്വന്തം വീട്ടിലുണ്ടായിരുന്നു. ആരാണത്? വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദറിനെ പോലെയുള്ള ഒരു ജീനിയസ്, ഒരു ബുദ്ധിജീവി കേരള മുസ്ലിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് വക്കം മൗലവിയുടെ മകൻ വക്കം അബ്ദുൽ ഖാദറിന്റെ ഒരു പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് മുഖവുര എഴുതിയ ശ്രീ MN വിജയനാണ്. മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന ഈയടുത്ത് മരണപ്പെട്ടു പോയ ശ്രീ MN വിജയൻ അദ്ദേഹം പറയാണ്, വക്കം അബ്ദുൽ ഖാദറിനെ പോലെയുള്ള ഒരു ബുദ്ധിജീവി കേരള മുസ്ലിങ്ങൾ പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വക്കം അബ്ദുൽ ഖാദർ എന്ന മകൻ സ്വന്തം വീട്ടിലുണ്ടായിട്ട് ആ മകനെയല്ല വക്കം മൗലവി പത്രം ഏൽപ്പിച്ചത്. പിന്നെ ആരെയാണ്? 4 പത്രങ്ങളിൽ നിന്ന്, കേരള ദീപിക, കേരള പഞ്ചിക, മലയാളി, കേരളീയൻ, ഇങ്ങനെ 4 പത്രങ്ങളിൽ നിന്ന് ഗവൺമെന്റിനെ വിമർശിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പുറത്താക്കപ്പെട്ട രാമകൃഷ്ണ പിള്ളയെ തന്നെ തേടിച്ചെന്ന് സ്വന്തം പത്രത്തിന്റെ എഡിറ്ററാക്കുകയായിരുന്നു വക്കം മൗലവി. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഹരിജനങ്ങളായ ആളുകളെപ്പോലും നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്തിരുന്ന അമാനി മൗലവിയും സ്വന്തം നാട്ടിലെ അമുസ്ലിങ്ങൾക്ക് പോലും മധ്യസ്ഥനായിരുന്ന KP മുഹമ്മദ് മൗലവിയും KP കേശവൻ മേനോന്റെ കൂടെ ജയിലിൽ കിടക്കുമ്പോൾ ഇസ്ലാമിന്റെ മനോഹരമായ ആശയാദർശങ്ങൾ മേനോന് പരിചയപ്പെടുത്തി കൊടുത്ത മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും മാതൃഭൂമി പത്രത്തിന് വേണ്ടി ഷെയർ പിരിക്കാൻ തെക്കൻ കേരളത്തിലൂടെ അലഞ്ഞു നടന്ന KM മൗലവിയും സാംസ്കാരിക രംഗത്തെ ഒരുപാട് ആളുകളുടെ സുഹൃത്തായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബും ഇങ്ങനെ തുടങ്ങിയ വലിയ ഒരു പ്രൗഢമായ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ വലിയ പ്രൗഢമായ പാരമ്പര്യത്തിന്റെ പിൻഗാമികളെന്ന് പറയുന്ന ആളുകളാണ് ഓണം ആഘോഷിച്ചാൽ മുസ്ലിമാണോ കാഫിറാണോ എന്ന ചർച്ച കൊണ്ടുവരുന്നത്. എത്ര അശ്ലീലമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ബഹുമത സമൂഹത്തിലെ ചർച്ചയാണോ അത്? കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള വീട്ടിൽ പോയിട്ട് പായസം കഴിച്ചിട്ടുണ്ട്, സദ്യ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആദർശം അവിടെ എവിടെയും കൊഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ കൊഴിഞ്ഞു പോകുമെന്ന് പേടിയുള്ള ആളുകൾ തീർച്ചയായും അവിടെ പോയി ഭക്ഷണം കഴിച്ച് ആ ആദർശം അവിടെ ഇട്ടേച്ചു പോരണം. എന്തിനാണ് അങ്ങനത്തെ ഒരു ആദർശം? ഒന്ന് തുമ്മുമ്പോഴേക്ക് തെറിച്ചു പോകുന്ന ആദർശമാണോ തൗഹീദിന്റെ ആദർശം? അതാണിപ്പോഴത്തെ ചർച്ച. ഒരു ബഹുമത സമൂഹത്തിലെ ഇസ്ലാമിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ഇന്ന് ലോകം മുഴുവനും ചർച്ച
അതുമായി ബന്ധപ്പെട്ട് വളരെ വ്യാപകമാണ് ഫിഖ്ഹുൽ അഖല്ലിയാത്ത്, ന്യൂനപക്ഷങ്ങളുടെ ഫിഖ്ഹ്. ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ശരീഅത്തിലുള്ള ഇളവുകളെ സംബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും വ്യാപകമായ ചർച്ചകളും വ്യാപകമായ സെമിനാറുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഓണമാഘോഷിക്കുന്നവൻ കാഫിറാണ് എന്ന് പറയുന്ന ഫത്വകളുമായി പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർ ഏത് ഇസ്ലാമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് സംശയത്തോടു കൂടിയാണ് നിരീക്ഷിക്കേണ്ടി വരുന്നത്. നമ്മളിത് പറയാനുള്ള കാരണം, ഇങ്ങനെയുള്ളൊരു വലിയ ചരിത്രത്തിന്റെ പിൻഗാമികൾ എന്ന നിലക്ക് ഒരാദർശവും ആരുടെ മുമ്പിലും അടിയറ വെക്കാതെ തന്നെ ഏത് തമ്പുരാക്കന്മാരുടെ മുമ്പിലും നെഞ്ചു നിവർത്തിക്കൊണ്ട് ഉയർത്തിപ്പറയാവുന്ന ഒരു ആദർശത്തിന്റെ പിൻഗാമികൾക്ക് എവിടെയും തലകുനിക്കേണ്ടി വരാതെ, മാറ്റിപ്പറയേണ്ടി വരാതെ, 950 പറഞ്ഞത് 2012 നെഞ്ചു നിവർത്തിക്കൊണ്ട് പറയാൻ കഴിയുന്ന തൗഹീദിന്റെ ആദർശത്തിന്റെ വാഹകരായ ആളുകൾക്ക് ഇനിയും ഒരുപാട് ജോലികൾ ഇവിടെയുണ്ട്. ആ ജോലികളിലേക്ക് വ്യാപരിക്കുവാനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു കേൾക്കേണ്ടത്. തീർച്ചയായും അങ്ങനെയുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പിൻഗാമികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ. 10 വർഷമായല്ലോ, 2 വിഭാഗങ്ങളായി തീർന്നു. നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. 2 വിഭാഗങ്ങളുണ്ട് ഇവിടെ. ഒരേ ചരിത്രമുള്ള 2 പ്രസ്ഥാനങ്ങൾ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരേ ചരിത്രമാണ്, ഒരേ നേതാക്കളെ കുറിച്ചാണ് പറയുന്നത്, ഒരേ പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? എന്നാൽ ഈ 2 പ്രസ്ഥാനങ്ങളെയും നമ്മൾ വിലയിരുത്തുന്നതിലേറെ പുറത്തു നിന്ന് വിലയിരുത്തുന്നുണ്ട്. എന്താണ് ഈ സമൂഹത്തിന് കൊടുത്തത് എന്ന്. നമ്മൾ ജീവിക്കുന്നൊരു സമൂഹമില്ലേ, ആ സമൂഹത്തിന് എന്തു കൊടുത്തു? കുറെ ശബ്ദമാണോ, കാതടപ്പിക്കുന്ന കുറെ ബഹളമാണോ ഒരു പ്രസ്ഥാനത്തിന് നൽകാനുള്ള സംഭാവന? അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നവർ ചരിത്രത്തിലൊന്നും ബാക്കിയാക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ചെയ്തു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ നമ്മൾക്ക് കുതിച്ചു പാഞ്ഞു വരുന്ന വലിയ മഴവെള്ളപ്പാച്ചിലിനെ അതിജയിക്കേണ്ടിയിരുന്നു. അത് അതിജയിച്ച കാലമാണ് കഴിഞ്ഞ 10 വർഷം. ഇനി നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. തിരിഞ്ഞു നോക്കാൻ നമ്മുടെ മുമ്പിൽ സമയവുമില്ല. 10 വർഷത്തെ ഒരു ദശവർഷം എന്നത് ഒരു ചെറിയ വർഷമല്ല, ചെറിയ കാലയളവല്ല. ആ കാലയളവ് കൊണ്ട് നമ്മളിതാ സുസംഘടിതമായ ഒരു സംഘടനാ ശക്തിയിലേക്ക് വളർന്നിരിക്കുന്നു. സുസംഘടിതമായ ഒരു സംഘടനാ ശക്തിയിലേക്ക് നമ്മൾ വളർന്നിരിക്കുന്നു. പണ്ഡിത സംഘടനയുണ്ട്, ബഹുജന സംഘടനയുണ്ട്, യുവജന സംഘടനയുണ്ട്, വിദ്യാർത്ഥി സംഘടനയുണ്ട്, വനിതാ സംഘടനയുണ്ട്. സുശക്തമാണ്. അഭിപ്രായാന്തരങ്ങളില്ലാതെ, അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ വളരെ ഹൃദ്യമായ വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന് ഈ 10 വർഷം കൊണ്ട് നമ്മൾ എന്തൊക്കെ നൽകി നിങ്ങളൊന്ന് ആലോചിക്കണം. ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും പരിതാപങ്ങളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഭക്തരായ വിനയാന്വിതരായ നമ്മുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് കീഴിൽ ബുദ്ധിമാന്മാരായ നമ്മുടെ നേതാക്കളുടെ ശിക്ഷണത്തിന് കീഴിൽ നമ്മുടെ ഈ ചെറിയ പ്രസ്ഥാനം കൊണ്ട് ഈ സമൂഹത്തിന് എന്തെല്ലാം നമുക്ക് നൽകാൻ കഴിഞ്ഞു. മുജാഹിദുകളല്ലാത്ത ആളുകൾ പോലും അവരുടെ മദ്രസയിലെ പാഠപുസ്തകമാക്കുന്ന വിധത്തിൽ നല്ല ചിട്ടയൊത്ത പുതിയ കാലവും പുതിയ ലോകവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മദ്രസ പാഠപുസ്തകങ്ങൾ നമ്മൾ പുറത്തിറക്കി. അത് ഇംഗ്ലീഷിൽ വേണമെന്ന് ആവശ്യപ്പെട്ടത് മുജാഹിദുകളുടെ ഏതെങ്കിലും ഒരു മദ്രസയായിരുന്നില്ല. നമുക്ക് ആനന്ദം നൽകേണ്ട ഒരു കാര്യമാണിത്. ഒട്ടും അഹങ്കാരമില്ലാത്ത സന്തോഷമുണ്ടാകേണ്ട ഒരു സംഗതിയാണത്. അവിടേക്ക് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസ രംഗത്തെ ചെറുതാണെങ്കിലും അതിനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ലോകത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക സംഘടനയുടെ കീഴിൽ അന്ധരും ബധിരരുമായ ആളുകൾക്ക് പ്രബോധനത്തിനൊരു കൂട്ടായ്മ നമുക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്നത് സംശയകരമാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല. പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്, ഇന്റർനെറ്റിൽ പലപ്പോഴും സെർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. 1000-ഓളം സ്ഥിരം മെമ്പർമാരുള്ള ഒരു വിങ് നമ്മുടെ ISM-ന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും അവർ ഒത്തുകൂടുന്നു, അവരുടെ പ്രബോധന പരിപാടികൾ ചിട്ടയൊത്തു നീങ്ങുന്നു. ഇങ്ങനെ അന്ധരും ബധിരരുമായ ആളുകളെ അവരുടെ ഇസ്ലാമിക പ്രബോധനവും ഇസ്ലാമിക ശിക്ഷണവും ഏകീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നമ്മൾ മുന്നോട്ട് വെച്ചു. സമൂഹം അത് അംഗീകരിച്ചു, സ്വീകരിച്ചു. 90 സമൂഹ വിവാഹങ്ങളാണ് ISM-ന് കീഴിൽ നടന്നത്. 90 സമൂഹ വിവാഹങ്ങൾ.
ഇത് സമൂഹം നമ്മിൽ നിന്ന് അനുഭവിച്ചതാണ്. ഇതൊക്കെ എണ്ണി എണ്ണി പറയുന്നത് നമുക്ക് ആരുടെയെങ്കിലും വോട്ട് കിട്ടാനോ ആരുടെയെങ്കിലും പ്രശംസ കിട്ടാനോ അല്ല. രണ്ട് പ്രസ്ഥാനങ്ങൾ വിലയിരുത്തപ്പെടണം. കുറെ ശബ്ദവും ബഹളവും കാതടപ്പിക്കുന്ന വാദകോലാഹലങ്ങളുമാണോ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് സമൂഹം ആഗ്രഹിക്കുന്നത്? ഓരോ മാസവും 8 ലക്ഷത്തോളം രൂപയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ISM മെഡിക്കൽ എയ്ഡ് സെന്റർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ലക്ഷത്തോളം രൂപ. 15 വർഷത്തെ കണക്കൊന്ന് എടുത്തു നോക്കൂ. എത്ര കോടി ഉണ്ടാവും അത്? എത്ര മനുഷ്യരാണ് നമ്മുടെ ആ സഹായം കൊണ്ട് വേദനയില്ലാതെ ഒന്ന് കിടന്നുറങ്ങിയത്, നടുപൊട്ടാതെ ഒന്ന് കിടന്നുറങ്ങിയത്, നല്ല ഭക്ഷണം കഴിച്ചൊന്ന് സന്തോഷത്തോട് കിടന്നുറങ്ങിയത്? ഒരു പ്രസ്ഥാനത്തിന് ചെയ്യാനുള്ള സേവനങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ? ആദർശം എന്ന വലിയൊരു മരത്തിന്റെ തണലിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആദർശ പ്രബോധനം എത്രമേൽ പ്രധാനമാണോ അത്ര തന്നെ പ്രധാനമാണ് ആ ആദർശം സ്വീകരിക്കുന്ന തരത്തിൽ മനസ്സ് സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നത്. നമ്മെ സ്വീകരിക്കുന്ന, നമ്മെ അംഗീകരിക്കുന്ന, നമ്മൾ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന, കൊതിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഒരു സംഘടനയുടെ പിന്നിലുണ്ടാകേണ്ടതാണ്. ആ നിലക്ക് സമൂഹത്തിൽ വലിയ നിലക്കുള്ള സേവനങ്ങൾ ചെറിയ വിധത്തിലെങ്കിലും ചെയ്യാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇനിയും മുന്നോട്ടു പോകാനുള്ള ഊർജമായി സ്വീകരിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണോ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ, പ്രസ്ഥാന പ്രവർത്തനങ്ങളിലൂടെ എത്തേണ്ടത് അതെത്തിച്ചു കൊടുക്കുകയും, പ്രസ്ഥാന പ്രവർത്തനം എന്നത് ആരോടെങ്കിലുമുള്ള വാശിയുടെയോ വക്കാണത്തിന്റെയോ ഒരു പ്രവർത്തനമായി തീരാൻ ഒരു നിമിഷമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്നു മുതൽ നമ്മുടെ പ്രസ്ഥാന പ്രവർത്തനം പിറകോട്ടായിരിക്കും. മങ്കട അബ്ദുൽ അസീസ് മൗലവി അദ്ദേഹത്തിന്റെ അവസാനത്തെ അഭിമുഖത്തിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒരു ചിന്താ പ്രസ്ഥാനം എന്ന നിലക്കാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനം ഇനി ഒരു ചിന്താ പ്രസ്ഥാനം എന്ന നിലക്കാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അതല്ല ഒരാൾക്കൂട്ടമാകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആൾക്കൂട്ടത്തിന് തല മാത്രമേ കാണൂ, തലച്ചോറുണ്ടാവുകയില്ല എന്ന് ഒരു ഗ്രീക്ക് പണ്ഡിതൻ പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. ആൾക്കൂട്ടത്തിന് തലകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചിന്താപരമായ ഒരു മൂവ്മെന്റ് സൃഷ്ടിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ചിന്താപരമായ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയണം. എല്ലാ പ്രസ്ഥാനങ്ങളും ഓരോ ആൾക്കൂട്ടമാണ്, നമ്മളും ഒരാൾക്കൂട്ടമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നവരുടെ ആൾക്കൂട്ടമാകട്ടെ, ആലോചനാശേഷിയുള്ളവരുടെ ആൾക്കൂട്ടമാകട്ടെ. എനിക്ക് ഈ പ്രസ്ഥാനം കൊണ്ട് എന്ത് കിട്ടിയെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ, എന്നെക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്ത് കിട്ടിയെന്ന് ഓരോ നിമിഷവും ആലോചിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എനിക്ക് ഈ പ്രസ്ഥാനം കൊണ്ട് എന്ത് കിട്ടിയെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ എന്നെക്കൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിന് എന്ത് കിട്ടിയെന്ന് ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദ് വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.